നമസ്കാരം. പ്രവാസി ചാനൽ മലയാളി.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വൈവിധ്യമാർന്ന ദൃശ്യവിരുന്നൊരുക്കി ഡാളസ് കേരള അസോസിയേഷൻ ഓണം ആഘോഷിച്ചു. കേരള ഹിന്ദു സൊസൈറ്റി ഓഫ് നോർത്ത് ടെക്സസ് ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഓഫ് ഡാളസ് ഓണാഘോഷം അതിഗംഭീരം, വാക്കുകൾക്കതീതം. KCS ഷിക്കാഗോ ഓണം 2025 സംസ്കാരത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരുമയുടെയും ആഘോഷം. ഇന്ത്യയുമായി വ്യാപാര ചർച്ച തുടരുന്നുവെന്ന് ട്രംപ് മോദിയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. മാധ്യമ സമ്മേളന വേദിയിൽ ആതിഥേയരായ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് ന്യൂയോർക്ക് ചാപ്റ്ററിന്റെ അവലോകന യോഗവും ഓണസദ്യയും. വാർത്തകൾ വിശദമായി. വൈവിധ്യമാർന്ന ദൃശ്യവിരുന്നിന് വേദിയൊരുക്കി ഡാളസ് കേരള അസോസിയേഷൻ സംഘടിപ്പിച്ച ഓണാഘോഷം ആകർഷകമായി. സെപ്റ്റംബർ 6 രാവിലെ 10 മണിക്ക് മാർ ഗ്രിഗോറിയസ് മെമ്മോറിയൽ ഹാളിൽ വെച്ചായിരുന്നു ഓണാഘോഷം. പ്രദീപ് നാഗനൂലിൽ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച ഓണാഘോഷ പരിപാടിയിൽ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഉക്രൈൻ പ്രസിഡന്റായ ഡോക്ടർ UPR മേനോൻ ഓണസന്ദേശം നൽകി. കളരി, മോഹിനിയാട്ടം, കേരള നടനം, മാർഗം കളി, ഒപ്പന, തെയ്യം, കഥകളി, പുലികളി, ഓട്ടംതുള്ളൽ തുടങ്ങിയ കേരളത്തിന്റെ തനതായ കലാരൂപങ്ങൾ വേദിയിൽ അവതരിപ്പിച്ചത് കാണികൾ ഹർഷാരവത്തോടെയാണ് സ്വീകരിച്ചത്. വള്ളംകളി, നാടൻ നൃത്തം, വർണ്ണച്ചുവട് തുടങ്ങിയ മനോഹരമായ നൃത്തപരിപാടികളും ഓണാഘോഷത്തിന്റെ മാറ്റ് വർദ്ധിപ്പിച്ചു. പാരമ്പര്യവും നിറങ്ങളും ഒത്തുചേരുന്ന അത്തപ്പൂക്കളം ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ഇവയെല്ലാം ഒത്തുചേർന്ന ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകുന്ന ദൃശ്യവിരുന്നായിരുന്നു ഓണാഘോഷമെന്ന് സംഘാടകർ അവകാശപ്പെട്ടു. അതോടൊപ്പം 2000-ലധികം പേർക്ക് വിളമ്പിയ കേരള തനിമയാർന്ന ഓണസദ്യയും ആസ്വദിച്ചാണ് അംഗങ്ങൾ പിരിഞ്ഞുപോയത്. സുബി ഫിലിപ്പ് ആർട്ട് ഡയറക്ടർ, മഞ്ജിത് കനിക്കര സെക്രട്ടറി, ദീപക് നായർ, മാത്യു നയനൻ, JC ജോർജ്, വിനോദ് ജോർജ്, ബേബി കൊടുവത്ത്, ദീപു രവീന്ദ്രൻ, അനശ്വർ മാമ്പള്ളി, ഡിംപിൾ ജോസഫ്, സാബു മാത്യു, ഫ്രാൻസിസ് ആംബ്രോസ്, തോമസ് ഈശോ, നെബു കുര്യാക്കോസ്, ടോമി നെല്ലുവേലിൽ, ഷിബു ജെയിംസ്, സിജു വി ജോർജ്, ഷിജു എബ്രഹാം, മെഗാ സ്പോൺസർ ജെയിംസ് മറ്റമന, ഗ്രാൻഡ് സ്പോൺസർ ഷിജു എബ്രഹാം, MC-മാരായ സിബി തലകുളം, സുധീഷ് നായർ, സുബി ഫിലിപ്പ്, മീര മാത്യു എന്നിവർ പരിപാടികളുടെ വിജയത്തിനായി പ്രവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി. ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ കേരള ഹിന്ദു സൊസൈറ്റി ഓഫ് നോർത്ത് ടെക്സസ് സംഘടിപ്പിച്ച ഓണാഘോഷം ഏവരുടെയും മുക്തകണ്ഠ പ്രശംസ ഏറ്റുവാങ്ങി. അത്തം മുതൽ തിരുവോണം വരെ മനോഹരമായ പൂക്കളം തീർത്ത് ക്ഷേത്രം ഓണാഘോഷത്തിന് തയ്യാറെടുത്തു. സെപ്റ്റംബർ 5 തിരുവോണ ദിവസം ചന്ദന മുഖക്കാപ്പണിഞ്ഞ ശ്രീ ഗുരുവായൂരപ്പന് ഭക്തജനങ്ങൾ അൻപുലിയും ചുറ്റുവിളക്കും പ്രത്യേക പുഷ്പാഞ്ജലിയും അർപ്പിച്ച് അനുഗ്രഹം നേടി. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും സജ്ജനങ്ങൾ ഗുരുവായൂരപ്പൻ ദർശനത്തിനായി തിരുവോണ ദിവസം രാവിലെ മുതൽ വരികയുണ്ടായി എന്ന് ക്ഷേത്രം പൂജാരിമാരായ കാരക്കാട്ട് പരമേശ്വരൻ നമ്പൂതിരി, കല്ലൂർ വാസുദേവൻ നമ്പൂതിരിപ്പാട്, സുദേവ് ആലമ്പാടി എന്നിവർ പറഞ്ഞു. സെപ്റ്റംബർ 6 വിപുലമായ ഓണാഘോഷം KHSNT കമ്മിറ്റി ഭാരവാഹികളും മെമ്പേഴ്സും നിത്യ സപ്പോർട്ടേഴ്സും ചേർന്ന് അണിയിച്ചൊരുക്കി. ആത്മീയ ആചാര്യൻ സ്വാമി ബോധാനന്ദ ഭഗവാന് മുൻപിൽ തിരി തെളിയിച്ചു കഴിഞ്ഞ് ഓണസദ്യ വിളമ്പി. ക്ഷേത്രത്തിന്റെ കിച്ചണിൽ പാചകം ചെയ്ത രുചിയേറും 25 വിഭവങ്ങളുമായി ഓണസദ്യ നാടൻ വാഴയിലയിൽ തുമ്പപ്പൂച്ചോറുമായി 800ഓളം പേർക്ക് നൽകിയത് നവ്യാനുഭവമായി എന്ന് കലവറ കൈകാര്യം ചെയ്ത ട്രസ്റ്റി സെക്രട്ടറി ശ്രീ TN നായരും വൈസ് ചെയർ ശ്രീമതി രമണി കുമാറും ട്രഷറർ രമേശ് കുട്ടാട്ടും അഭിപ്രായപ്പെട്ടു. ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ട്രസ്റ്റി ചെയർമാൻ ശ്രീ സതീഷ് ചന്ദ്രനും പ്രസിഡന്റ് ശ്രീ വിപിൻ പിള്ളയും സെക്രട്ടറി ശ്രീ ജലേഷ് പണിക്കരും ട്രസ്റ്റി മെമ്പർ ശ്രീ രാമചന്ദ്രൻ നായരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്ന് നിർവഹിച്ചു. അതേ തുടർന്ന് ആടയാഭരണങ്ങൾ അണിഞ്ഞൊരുങ്ങിയ മഹാബലി തമ്പുരാനെ ചെണ്ടമേളത്തിന്റെയും താലപ്പൊലികളുടെയും അകമ്പടിയോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്ത് അവിടെ ചെണ്ടമേളങ്ങളുടെ അതിമനോഹരമായ നാദവിസ്മയവും കേരളീയ കലാരൂപമായ തിരുവാതിരക്കളി അരങ്ങേറുകയും ചെയ്തു. മഹാബലി എല്ലാ പ്രജകളെയും ആശീർവദിക്കുകയും ചെണ്ടമേളവും തിരുവാതിരയും ആസ്വദിച്ച് വിഭവസമൃദ്ധമായ ഓണസദ്യയും കഴിച്ചു മടങ്ങി. തുടർന്ന് വ്യത്യസ്തമായ കലാപരിപാടികൾ സ്റ്റേജിൽ കൾച്ചറൽ കമ്മിറ്റി ലീഡ് ബോർഡ് മെമ്പർ ശ്രീമതി ഹെന വിനോദ് അണിയിച്ചൊരുക്കി.
സീനിയേഴ്സ് അവതരിപ്പിച്ച സംഘഗാനം ഏവരെയും ഓണക്കാലത്തിന്റെ ഗൃഹാതുരത്വത്തിലേക്ക് കൊണ്ടുപോയതായി ജോയിന്റ് സെക്രട്ടറി രവീന്ദ്രൻ നായർ പറഞ്ഞു. ഈ വർഷത്തെ പ്രധാന ആകർഷണമായ പാർത്ഥസാരഥി വള്ളം ഏവരെയും അതിശയിപ്പിക്കുകയും വള്ളപ്പാട്ടും വഞ്ചിത്തുഴയിലും കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിക്കുകയും ചെയ്തതായി ട്രസ്റ്റി മെമ്പർ ശ്രീ കേശവൻ നായർ പറഞ്ഞു. വള്ളം കളിക്ക് വേണ്ടി നിർമ്മിച്ച വഞ്ചിയുടെ കരവിരുത് എടുത്തു പറയേണ്ടതാണെന്ന് ട്രസ്റ്റി മെമ്പർ ശ്രീ വിനോദ് നായർ പറഞ്ഞു. തുടർന്ന് സംഘനൃത്തം, സംഘഗാനം, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പെർഫോമൻസ് എന്നിങ്ങനെ ഒട്ടനവധി പരിപാടികൾ അരങ്ങേറി. കേരളക്കരയിൽ ഇരുന്ന് കാണുന്ന ഒരു കലാവിരുന്നിന്റെ അനുഭവം പ്രേക്ഷകർക്കുണ്ടായെന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ലെന്ന ബോർഡ് മെമ്പർ രഞ്ജിത്ത് നായർ അഭിപ്രായപ്പെട്ടു. അതിമനോഹരമായ പൂക്കളങ്ങളും ഹാസ്യാത്മകമായ ഫോട്ടോ ബൂത്തും ഡെക്കറേഷൻസും ബോർഡ് മെമ്പർ ശ്രീമതി സുജൈന്ദ്രയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയത് പ്രത്യേക ആകർഷണമായി. ഏറ്റവും ഒടുവിലായി ഓണക്കാലത്തെ പ്രധാന കായിക വിനോദമായ വടംവലിയും നടത്തിയ ഭാരവാഹികൾ പ്രത്യേക പ്രശംസ അർഹിക്കുന്നു. വോളണ്ടിയർ ചെയ്തവർക്കും പരിപാടികളിൽ പങ്കെടുത്തവർക്കും പരിപാടികൾ സ്പോൺസർ ചെയ്ത എല്ലാവർക്കും കമ്മിറ്റിയുടെ പേരിലും ഭഗവത് നാമത്തിലും സെക്രട്ടറി നന്ദി പറഞ്ഞു. വീണ്ടും ഒരു ഓണക്കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. സെപ്റ്റംബർ 7 ഞായറാഴ്ച വൈകുന്നേരം ഡെസ്പ്ലെയിൻസിലെ ക്നാനായ സെന്ററിൽ വെച്ച് KCS ഷിക്കാഗോ പ്രൗഢഗംഭീരമായ ഓണാഘോഷം നടത്തി. ഓണാഘോഷം കുടുംബങ്ങളുടെയും അംഗങ്ങളുടെയും വലിയൊരു കൂട്ടായ്മയ്ക്ക് വേദിയൊരുക്കി. ഗംഭീരമായ ഓണസദ്യയോടെയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് ചെണ്ടമേളവും താലപ്പൊലിയും കൊണ്ട് മാവേലി തമ്പുരാനെ അനുഗമിക്കുന്ന വർണ്ണാഭമായ ഘോഷയാത്രയുമുണ്ടായിരുന്നു. വിശിഷ്ടാതിഥി ഷീല സ്റ്റീഫൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലയാള സിനിമാ നടി ഡിനി ഡാനിയേലും നിർമ്മാതാവ് ജോയ് തോമസും പരിപാടിക്ക് കൂടുതൽ നിറപ്പകിട്ടേകി. ജോയ് ചെമ്മാച്ചൽ സ്മാരക കർഷകശ്രീ അവാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു. ചെമ്മാച്ചൽ കുടുംബം സ്പോൺസർ ചെയ്ത 1ാം സമ്മാനം ബെന്നി ആൻഡ് മഞ്ജു നല്ലുവീട്ടിൽ എന്നിവർക്കും, ഫിലിപ്പ് പെരികലത്തിൽ സ്പോൺസർ ചെയ്ത 2ാം സമ്മാനം മിഥിൻ ആൻഡ് ബ്ലെസി ചിറക്കപ്പറമ്പിലിനും, KCS പ്രസിഡന്റ് ജോസ് ആനമല സ്പോൺസർ ചെയ്ത 3ാം സമ്മാനം ജിജി ആൻഡ് ബിനു പള്ളിവീട്ടിൽ എന്നിവർക്കും സമ്മാനിച്ചു. റൈസിംഗ് ഫാർമേഴ്സിനുള്ള പ്രത്യേക ജൂറി അവാർഡ് സാജൻ ആൻഡ് ടിറ്റി പച്ചിലമാക്കിലിനും സമ്മാനിച്ചു. വനിതാ ഫോറത്തിന്റെ മനോഹരമായ തിരുവാതിര, കുട്ടികളുടെ ചടുലമായ നൃത്തങ്ങൾ, വൈകുന്നേരത്തെ ഊർജ്ജസ്വലമാക്കുന്ന ശ്രുതിമധുരമായ സംഗീത പരിപാടി എന്നിവ സാംസ്കാരിക ആകർഷണങ്ങളിൽ ഉൾപ്പെടുന്നു. ഓണത്തിന്റെ യഥാർത്ഥ ചൈതന്യം പകർത്തുകയും സന്തോഷത്തിന്റെയും ഒരുമയുടെയും വിലയേറിയ ഓർമ്മകൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുകയും ചെയ്ത ടോണി പോങ്ങാനയുടെ മെലോഡിയസ് ഗാനമേളയോടെയാണ് ആഘോഷം അവസാനിച്ചത്. ഈ ഓണാഘോഷത്തിന്റെ യഥാർത്ഥ നട്ടെല്ലായിരുന്നു KCS വനിതാ ഫോറത്തിന്റെ അക്ഷീണ പരിശ്രമം. അവരുടെ സമർപ്പണവും ടീം വർക്കുമാണ് പരിപാടിയെ കൂടുതൽ ഉയർത്തിക്കാട്ടിയത്. അവരുടെ മനോഹരമായ തിരുവാതിര പ്രകടനം വേദിയിലേക്ക് ചാരുതയും പാരമ്പര്യവും കൊണ്ടുവന്നു. സാംസ്കാരിക ആഴം കൊണ്ട് പ്രേക്ഷകരെ ആകർഷിച്ചു. വേദിക്കപ്പുറം വനിതാ ഫോറം തിരശ്ശീലയ്ക്ക് പിന്നിൽ അക്ഷീണം പ്രവർത്തിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, പരിപാടികൾ സംഘടിപ്പിക്കുക, പരിപാടിയെ അവിസ്മരണീയമാക്കുന്ന ഊഷ്മളമായ ഉത്സവാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവയെല്ലാം അവർ ചെയ്തു. ഓണാഘോഷങ്ങൾക്ക് സർഗാത്മകതയോടെയും ആവേശത്തോടെയും നേതൃത്വം നൽകിയ വിമൻസ് ഫോറം എക്സിക്യൂട്ടീവ് ഷാനിൽ വെട്ടിക്കാട്ട്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ജിനു നെടിയക്കാലയിൽ, സെക്രട്ടറി മന്നു തിരുനെല്ലിപ്പറമ്പിൽ, ജോയിന്റ് സെക്രട്ടറി ജെയിൻ മുണ്ടപ്ലാക്കിൽ, ട്രഷറർ ഡെന്നി തുരുത്തുവേലിൽ എന്നിവർ പ്രത്യേക അംഗീകാരം അർഹിക്കുന്നുവെന്ന് KCS പ്രസിഡന്റ് ജോസ് ആനമല പ്രസ്താവിക്കുകയുണ്ടായി. ഫോട്ടോ ബൂത്തിന് സമീപം മനോഹരമായി സജ്ജീകരിച്ച അവരുടെ അതിമനോഹരമായ പൂക്കളം സായാഹ്നത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറി കുടുംബങ്ങളെയും അതിഥികളെയും പ്രിയപ്പെട്ട ഓർമ്മകൾ പകർത്താൻ ആകർഷിച്ചു. അവരുടെ സമർപ്പണത്തിലൂടെ അവർ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുക മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളുടെ ശക്തി, ഐക്യം, നേതൃത്വം എന്നിവ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ വനിതാ ഫോറം ഈ ഓണത്തെ സംസ്കാരത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഒരുമയുടെയും മറക്കാനാവാത്ത ആഘോഷമാക്കി മാറ്റി. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇന്ത്യയുമായി വ്യാപാരത്തിലുള്ള തടസ്സങ്ങൾ നീക്കാൻ US ചർച്ച തുടരുന്നുണ്ടെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം ട്രൂത്ത് സോഷ്യൽ കുറിപ്പിൽ കൂട്ടിച്ചേർത്തു. USഉം ഇന്ത്യയും വ്യാപാര തടസ്സങ്ങൾ നീക്കാനുള്ള ചർച്ചകൾ തുടരുന്നുവെന്ന് അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ വളരെ നല്ല സുഹൃത്തായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വരുന്ന ആഴ്ചകളിൽ സംസാരിക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. നമ്മുടെ മഹത്തായ രാജ്യങ്ങൾ തമ്മിൽ ധാരണയാവാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ലെന്ന് എനിക്കുറപ്പുണ്ട്.
ഇന്ത്യക്കെതിരെ ട്രംപ് ചുമത്തിയ 50% ഇറക്കുമതി തീരുവ നിലവിൽ വന്ന ശേഷമാണ് ഈ കുറിപ്പ്. ഇന്ത്യ-US ബന്ധങ്ങൾ വളരെ സവിശേഷമാണെന്നും താനും മോദിയും എന്നും സുഹൃത്തുക്കളാണെന്നും ഈ ആഴ്ച അദ്ദേഹം പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ ആശങ്കയ്ക്ക് കാരണമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. അടുത്ത മാസം 9, 10, 11 തീയതികളിൽ ന്യൂജേഴ്സിയിലെ ഷെറാട്ടൺ എഡിസൺ ഹോട്ടൽ സമുച്ചയത്തിൽ നടക്കുന്ന ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 11ാമത് ഇന്റർനാഷണൽ മീഡിയ കോൺഫറൻസിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി ആതിഥേയരായ ന്യൂയോർക്ക് ചാപ്റ്റർ. ഷെറാട്ടൺ എഡിസൺ ഹോട്ടലിൽ ചേർന്ന അവലോകന യോഗത്തിൽ മാധ്യമപ്രവർത്തകർക്ക് പുറമെ ഫൊക്കാന, ഫോമ, വേൾഡ് മലയാളി കൗൺസിൽ കൂടാതെ സാമൂഹിക രാഷ്ട്രീയ മാധ്യമ രംഗത്തെ നിരവധി പ്രമുഖരും സംരംഭകരും പങ്കെടുത്തു. IPCNA ന്യൂയോർക്ക് ചാപ്റ്റർ പ്രസിഡന്റ് ഷോളി കുമ്പിളിവേലിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ IPCNA ദേശീയ പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ, ജനറൽ സെക്രട്ടറി ഷിജോ പൗലോസ്, കോൺഫറൻസ് ചെയർമാൻ സജി എബ്രഹാം, ന്യൂയോർക്ക് ചാപ്റ്റർ സെക്രട്ടറി ജോജോ കൊട്ടാരക്കര, വൈസ് പ്രസിഡന്റ് ജേക്കബ് മാനുവൽ തുടങ്ങിയവർ 3 ദിവസം നീണ്ടുനിൽക്കുന്ന കോൺഫറൻസിനെക്കുറിച്ച് സംസാരിക്കുകയും എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയും ചെയ്തു. വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളെ പ്രതിനിധീകരിച്ച് നിരവധി പേർ ആശംസകളും എല്ലാവിധ സഹായ സഹകരണങ്ങളും അറിയിച്ചു. റോക്ക്ലൻഡ് കൗണ്ടി ലെജിസ്ലേച്ചർ വൈസ് ചെയർ ഡോക്ടർ ആനി പോൾ, ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ സജിമോൻ ആന്റണി, ഫൊക്കാന ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ഫോമ മുൻ പ്രസിഡന്റ് അനിയൻ ജോർജ്, ഫൊക്കാന മുൻ പ്രസിഡന്റ് പോൾ കറുകപ്പള്ളി, ലാനയെ പ്രതിനിധീകരിച്ച് KK ജോൺസൺ, വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ തങ്കമണി അരവിന്ദൻ, ജിനേഷ് തമ്പി, പിൻഡോ ചാക്കോ, അനീഷ് ജെയിംസ്, ഫോമ മുൻ ജനറൽ സെക്രട്ടറി ജിബി തോമസ്, മലയാളി അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സി പ്രസിഡന്റ് രാജു ജോയ്, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും മുൻ കേരള സമാജം ഓഫ് സ്റ്റാറ്റൻ ഐലൻഡ് പ്രസിഡന്റുമായ ജിഷോ, അനിൽ പുത്തൻചിറ, റീന പുത്തൻചിറ, കുഞ്ഞുമോൾ വർഗീസ്, പ്രമുഖ ടെലിവിഷൻ നിർമ്മാതാവ് ജില്ലി സാമുവൽ, ബോബി സാമുവൽ, ലത കറുകപ്പള്ളിൽ, ഷൈബു വർഗീസ്, ജിബി ജേക്കബ് വർഗീസ് കൂടാതെ നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ഇന്ത്യ പ്രസ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ പിന്തുണയ്ക്കുന്ന സംരംഭകരായ ദിലീപ് വർഗീസ്, ഗ്ലോബൽ കൊളീഷന്റെ നോഹ ജോർജ്, ജോസഫ് കാഞ്ഞമല CPA, അനിൽ പുത്തൻചിറ, ബിനോയ് തോമസ് എന്നിവരും IPCNA പ്രതിനിധീകരിച്ച് മുൻ പ്രസിഡന്റുമാരായ ജോർജ് ജോസഫ്, മധു കൊട്ടാരക്കര, ചാപ്റ്റർ അംഗങ്ങൾ ബിജു ജോൺ കൊട്ടാരക്കര, ജിനേഷ് തമ്പി, മാത്തുക്കുട്ടി ഈശോ, ജയൻ ജോസഫ് തുടങ്ങിയവരും സംസാരിച്ചു. കോൺഫറൻസിന്റെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി കോർ കമ്മിറ്റിയെ യോഗം തിരഞ്ഞെടുത്തു. കോൺഫറൻസ് ചെയർമാൻ സജി എബ്രഹാം, ജനറൽ കൺവീനർ ഷോളി കുമ്പിളുവേലി, രജിസ്ട്രേഷൻ ബിജു കൊട്ടാരക്കര, കുഞ്ഞുമോൾ വർഗീസ്, ഡോക്ടർ തങ്കമണി അരവിന്ദ്, ഗസ്റ്റ് റിലേഷൻസ് അനിയൻ ജോർജ്, ജിനേഷ് തമ്പി, ടൈം മാനേജ്മെന്റ് റെജി ജോർജ്, ജോർജ് തുമ്പയിൽ, പ്രോഗ്രാം താജ് മാത്യു, ഫുഡ് കമ്മിറ്റി മധു കൊട്ടാരക്കര, സുനിൽ തൈമറ്റം, ട്രാൻസ്പോർട്ടേഷൻ പിൻഡോ ചാക്കോ, അനീഷ് ജെയിംസ്, സേഫ്റ്റി സെക്യൂരിറ്റി കമ്മിറ്റി ജിഷോ സുവനീർ, മാത്തുക്കുട്ടി ഈശോ, ഓഡിയോ വിഷ്വൽ ജില്ലി സാമുവൽ. കൂടാതെ IPCNAയുടെ മുൻ പ്രസിഡന്റുമാരായ സുനിൽ തൈമറ്റം, ജോർജ് ജോസഫ്, മാത്യു വർഗീസ്, ബിജു കിഴക്കേക്കുറ്റ്, നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, പ്രസിഡന്റ് എലക്ട് രാജു പള്ളത്ത് എന്നിവരും കോർ കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കും. ഇന്റർനാഷണൽ മീഡിയ കോൺഫറൻസിൽ കേരളത്തിൽ നിന്നും ജനപ്രതിനിധികളും മുതിർന്ന മാധ്യമ പ്രവർത്തകരും പങ്കെടുക്കും. കോൺഫറൻസിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താൽപ്പര്യമുള്ളവർ സുനിൽ ട്രൈസ്റ്റാർ, ഷിജോ പൗലോസ്, സുനിൽ തൈമറ്റം, വിശാഖ് ചെറിയാൻ, അനിൽകുമാർ ആറന്മുള, ആശ മാത്യു, റോയ് മുളങ്ങുന്നം, സജി എബ്രഹാം, ഷോളി കുമ്പിളുവേലി, രാജു പള്ളത്ത്, മധു കൊട്ടാരക്കര, ബിജു കൊട്ടാരക്കര, ജോജോ കൊട്ടാരക്കര, ബിനു തോമസ്, മറ്റ് ന്യൂയോർക്ക് ചാപ്റ്റർ ഭാരവാഹികളെയും ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.